കടായിക്കമ്മലിൻ്റെ വർക്ക് കഴിഞ്ഞ് കുറച്ച് പീസ് ഒരു 2 മീറ്ററോളം ഈ പിങ്ക് കളറിലെ പീസ് ബാലൻസ് വന്നപ്പോൾ പിന്നെ അതുകൊണ്ട് ഇനി നൈറ്റ് വയ്ക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന സമയത്താണ് ഓർത്തത്. പണ്ട് പൊന്നു അംഗനവാടിയിൽ പോയിരുന്ന സമയം മുതൽ അവൾക്ക് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കാറുള്ളൊരു ടോപ്പായിരുന്നു കേട്ടോ. അന്നൊക്കെ പരീക്ഷണങ്ങളായിരുന്നു. അപ്പോൾ അതൊരു ഷർട്ട് കോളർ മോഡൽ വന്നിട്ട് ഫ്രണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അത് ഇട്ടാൽ കാണാനായിട്ട്. കുറേ നാളുകളായിട്ട് മറന്നിടുന്നിരുന്നൊരു മോഡലായിരുന്നു. അപ്പോൾ ഇതിൽ ആകെ 2 മീറ്റർ തുണിയെ ബാലൻസ് ഉള്ളൂ. പിന്നെ നൈറ്റി തയ്ച്ചതിൻ്റെ കുറച്ച് വിട്ട കഷ്ണങ്ങളേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിന് ഇങ്ങനെ ഒരു മോഡൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കി. അപ്പോൾ സ്ലീവ്ലെസ് മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്ലീവ്ലെസ് ആയിട്ട് ഫ്രണ്ടിലൊരു സ്ലിറ്റ് ഇട്ടിട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയണേ ഈ മോഡൽ. അപ്പോൾ അതിന് ബാക്കിലൊരു കെട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വേളാങ്കണ്ണിയിലൊക്കെ പോവേണല്ലോ. അപ്പോൾ സാധാരണ എപ്പോഴും പുതിയത് തയ്ച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ തലേ ദിവസം മുതൽ ഭയങ്കര വിഷമം, അമ്മ ഈ പ്രാവശ്യം മാത്രം എനിക്ക് പുതിയതൊന്നും തയ്ച്ചു തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തയ്ച്ചില്ലെങ്കിലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഇവളുടെ കാര്യത്തിൽ അങ്ങനെ ഞാൻ സമയമില്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സാധാരണ ഈ പ്രാവശ്യം എനിക്ക് ഒട്ടും ടൈമില്ല എങ്കിലും ഞായറാഴ്ച രാത്രിയാണ് പോകുന്നത്. ഞായറാഴ്ച പക്ഷേ പകൽ നേരത്തെ തന്നെ വെളുപ്പിഴുന്നിട്ട് പണിയൊക്കെ കഴിച്ച് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും ഷോപ്പിലെത്തി. ഞായറാഴ്ച ഇരുന്ന് സ്റ്റിച്ച് ചെയ്യണേണ്ട. രാത്രി ട്രെയിനാണ്. ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ ഇരുന്ന് ഇതിൻ്റെ പണിയിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വലിയ ആർഭാടായിട്ടൊന്നും അമ്മ ചെയ്തു തരണ്ട, ഒരു ജീൻസിലിടണ ഒരു ടോപ്പായിട്ട് ചെയ്ത് തന്നാൽ മതി, കോട്ട് കോളർ വേണം എന്നുള്ളൊരു നിർബന്ധം മാത്രമുള്ളൂ. അപ്പോൾ അവൾ എവിടെയോ ഒരു ഫോട്ടോ ഏതോ മിന്ത്രയിലോ ആമസോണിലോ എവിടെയും കണ്ടൊരു ഫോട്ടോ ഈ ഒരു ഹക്കോബയുടെ മോഡൽ വെച്ച് ഷർട്ട് കോളർ വെച്ചിട്ടുള്ളത് കണ്ടു എന്ന് പറഞ്ഞിട്ട് അതും കാണിച്ചു തന്നിട്ടാണ് എന്നെ കൊണ്ട് ചെയ്യിക്കണത്. അപ്പോൾ ഈ ഒരു സ്ലീവ് എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഫ്രോക്ക് നൈറ്റിൽ ഇടയ്ക്ക് ചെയ്യാറുള്ളൊരു സ്ലീവാണ്. അപ്പോൾ ഈ സ്ലീവ് ഞാനാണ് ഇവളുടെ സജസ്റ്റ് ചെയ്തത്, ഈ മോഡൽ സ്ലീവ് വയ്ക്കാം, എന്നിട്ട് നമുക്ക് ഷർട്ട് കോളർ കോട്ട് കോളർ മോഡലിലെ ടോപ്പും ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പം ആദ്യം പുള്ളിക്കാരിക്ക് വലിയ ഇതുണ്ടായിരുന്നില്ല. ഇത് കൈ ഇങ്ങനെ വന്ന് എങ്ങനെ ഉണ്ടാവുള്ളൂ പറഞ്ഞത്. നോർമൽ കൈ ഒരുപാട് പൊങ്ങി നിൽക്കരുത്, എനിക്ക് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കണം, ഹാഫ് സ്ലീവ് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നീ അത് ചെയ്ത് ഇട്ട് നോക്കുക, എന്നിട്ട് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ മാറ്റി തരാമെന്ന് തോന്നി. അപ്പോൾ എനിക്കറിയായിരുന്നു ഇത് നല്ല ഭംഗിയുള്ള സ്ലീവാണ്, തയ്ച്ചടിപൊളിയായിരിക്കും എന്നുള്ളത്. അങ്ങനെ ചെയ്ത് കൊടുക്കണതാണ് ഈ സ്ലീവ്. അപ്പോൾ സ്ലീവിനും ലൈനിങ് ഇട്ട് തന്നെയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ 2 കളറായിട്ട് അത് മാറും. ഇതുപോലെ നെറ്റ് പോലത്തെ തുണിയിലൊക്കെ നമ്മൾ സ്ലീവ് ഇല്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കളറായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് സ്ലീവിന് ലൈനിങ് ഇട്ടു. എന്നിട്ട് മുകൾ ഭാഗത്ത് മാത്രം നമ്മളൊരു 3-4